ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സഭയെ നോക്കി പൗലോസ്ലിഹ ദൂത് പറയുകയാ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചില വിചാരങ്ങളിൽ പെട്ടുകിടക്കുന്ന ചിലത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. സകലത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അങ്ങനെയാണ് ചിലർ പറയും, ഞാൻ പ്രാർത്ഥിച്ചില്ല, ദൈവത്തിന് എൻ്റെ വിഷയങ്ങൾ അറിയത്തില്ലേ? ദൈവത്തിന് അറിയാമെന്നേ. ദൈവത്തിന് അറിയാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ല. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കണം. എങ്ങനെ അറിയിക്കേണ്ടത്? എനിക്കിത് പറ്റിപ്പോയല്ലോ എന്നല്ല പറയേണ്ടത്. കർത്താവേ, എൻ്റെ വിഷയം എന്നതാ, ഞാൻ സ്തോത്രത്തോടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ ഭാരം തലേ വെച്ചുകൊണ്ട് പോകാനല്ല, സ്തോത്രത്തോടെ ഇത് യേശുവിൻ്റെ കയ്യിലോട്ട് കൊടുക്കണം. യേശുവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ എൻ്റെ ഭാരം സ്തോത്രത്തോടെ ഞാൻ യേശുവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ, യേശുവിൻ്റെ കയ്യിൽ ഭാരമല്ല, സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം ഇരിക്കുക. എൻ്റെ ഭാരങ്ങൾ, എൻ്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ഞാൻ യേശുവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ അവൻ്റെ കയ്യിലുള്ള ആ ദിവ്യ സമാധാനം എൻ്റെ മേലേക്ക് ഇറങ്ങി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഏത് വിഷയവും പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും വരെയാ പ്രാർത്ഥിക്കേണ്ടത്? നമുക്ക് ആ സമാധാനം അനുഭവിക്കാൻ പറ്റുന്നവരെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ആ സമാധാനം അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, അതിന്മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടിരിക്കുകയാണ്. വിചാരപ്പെട്ട് BP കൂടി വെറുതെ ഹോസ്പിറ്റലിൽ കയറാമെന്നേ ഉള്ളൂ.